എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ആക്ച്വലി നമ്മുടെ 8ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓണം എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇനി വരുന്ന ഓണം എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡയറിയാണ്. കാരണം ഈ ഒരു ഗ്രാനിയുടെ കൂടെ ആ ഒരു ബോയുടെ ആ ഒരു ലൈഫ്, ആ കംപ്ലീറ്റ് ജീവിതം അവൻ ഡയറി ആക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ദിവസം അവൻ ഡയറി ആക്കുകയാണെങ്കിൽ, ആ ഒരു മസൂറിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ദിവസത്തെ അവൻ്റെ അനുഭവങ്ങൾ ഡയറി ആക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഡയറി എങ്ങനെ എഴുതും, അതിൻ്റെ ഫോർമാറ്റൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല, അടുത്തൊരു എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഗ്രാനിയും ഈ ഒരു ബോയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റബിൾ ആണ്. സോ ആ ഒരു കോൺവെർസേഷൻ നമ്മൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എങ്ങനെയായിരിക്കും ഇവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് ആ ചാപ്റ്റർ കംപ്ലീറ്റ് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് നോക്കുക. പിന്നെ ഒരു എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റർ ആണ്. നമ്മൾ ഒന്നുകിൽ ഈ ഒരു ഗ്രാനി നമ്മുടെ ഗ്രാനിയുടെ ഫ്രണ്ടിനോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബോയുടെ ഫ്രണ്ടിനോ, അല്ലെങ്കിൽ തൻ്റെ ഫാമിലി ഫ്രണ്ടിനോ ഒക്കെ അയക്കുന്ന ഒരു ലെറ്ററും എക്സ്പെക്റ്റബിൾ ആണ്. ആക്ച്വലി നമ്മുടെ ഈ ഒരു കഥ കംപ്ലീറ്റ് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ ഡിസ്കോഴ്സുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ എത്രയും പെട്ടെന്ന് നമ്മൾ അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്ററുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആക്ച്വലി നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ യോദ്ധ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ഇനിയും നമ്മുടെ യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാണുന്ന നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളുമായിട്ടാണ് ഈ യോദ്ധ ബാച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം.